നമസ്കാരം. ധനുമാസത്തിലെ നക്ഷത്രഫലം. ധനുമാസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ്, ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ നക്ഷത്രം അശ്വതി. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാസം പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകാൻ സാധ്യതയുണ്ട്. ഒരു ഭൂമി നമ്മൾ സ്വന്തമാക്കുവാനും കൂടുതലായി പിതൃസ്വത്ത് അനുഭവയോഗ്യമാവാനാണ് യോഗം കാണുന്നത്. ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്നവർക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യത കാണുന്നു. മറ്റുള്ളവർക്ക് വിലപ്പെട്ടതെന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കേണ്ടതാണ്. കലാരംഗത്ത്, ക്ഷേത്ര രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല കാലമാണ്. ഭരണിയിൽ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ശത്രുതയിൽ ഇതുവരെ നിന്നിരുന്നവരൊക്കെ നന്നായി പെരുമാറി നന്നായിട്ട് ഒരുമിച്ച് ചേരാൻ യോഗമുണ്ട്. സ്വന്തം കഴിവുകൊണ്ട് കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും തർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാവുന്ന കാലമാണ് ഭരണി നക്ഷത്രക്കാർക്ക്. അടുത്തത് കാർത്തിക. കാർത്തിക നക്ഷത്രക്കാർക്ക് വരവും ചെലവും ഒരുപോലെ ഉള്ള ഒരു കാലമാണ്. വരവ് അത്യാവശ്യം ഉണ്ടായിരിക്കും, പക്ഷേ അത് സുഖഭോഗങ്ങൾക്കായി ചെലവാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നാണ് കാണുന്നത്. എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്നതായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നടന്നു കിട്ടാനുള്ളൊരു കാലമായിട്ടാണ് കാണുന്നത്. ബിസിനസ് രംഗം വിപുലീകരിക്കാനും സാമ്പത്തിക നേട്ടത്തിനും സാധ്യതയുണ്ട്. ആരോഗ്യപരമായി അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും ഒരു നല്ല കാലമായിട്ടാണ് കാണുന്നത്. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാനോ കേസുകളോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ് ഫലം ലഭിക്കാനോ പുതിയൊരു ജോലി ലഭിക്കാനോ ഒക്കെ ചാൻസ് ഉള്ള ഒരു കാലമായിട്ടാണ് കാണുന്നത്. വിദ്യാർത്ഥികൾ പഠനത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഒരു മടി, അലസത ഒക്കെ കാണുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള എഡ്യൂക്കേഷനിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാലഘട്ടമായിട്ടാണ് കാണുന്നത്. മകയിരം നക്ഷത്രക്കാർക്ക് നല്ല കാലമായിട്ടാണ് കാണുന്നത്. സന്താന ഭാഗ്യത്തിന് യോഗമുണ്ട്. നഷ്ടപ്പെട്ടെന്ന് കരുതിയ കാര്യങ്ങൾ തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട്. വരവ് അത്യാവശ്യം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ചെലവിനും സാധ്യതയുണ്ട്. എന്നാലും സാമ്പത്തികമായി ഒരു നേട്ടമുള്ള കാലഘട്ടമായിട്ടാണ് കാണുന്നത്. പിന്നെ തലവേദന അങ്ങനെയൊക്കെയുള്ള ചില രോഗങ്ങൾക്ക്, ശിരോരോഗങ്ങൾക്ക് ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷം കുറച്ച് അധികരിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് ദോഷം, കർമ്മരംഗത്ത് ഒരു അപവാദത്തിന് സാധ്യത, അങ്ങനെയൊക്കെ ഒരു ആത്മസംതൃപ്തിക്ക് കുറച്ച് കുറവുള്ള ഒരു കാലമായിട്ടാണ് കാണുന്നത്. മേലധികാരികൾ ഏൽപ്പിച്ച ജോലികളൊക്കെ പൂർത്തിയാക്കുമെങ്കിലും ഒരു ആത്മസംതൃപ്തി കുറവിന് ചാൻസ് ഉള്ളതായിട്ടാണ് കാണുന്നത്. അനാവശ്യമായ ആധികൾ മനസ്സിലെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്.
മനസ്സുഖം കുറഞ്ഞിരിക്കും, യാത്രാക്ലേശമുണ്ടാവും. പുണർദം നാളുകാർക്ക് അത്യാവശ്യം നല്ല കാലമാണ് ധനുമാസം കൊണ്ടുവരുന്നത്. സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിച്ച് നന്നായിരിക്കാൻ, അത് മറ്റുള്ളവർക്കും ഉപകാരമാകുന്ന രീതിയിൽ പ്രവർത്തിച്ച് നന്നായി ചിന്തിച്ച് ഇടപെടാൻ കഴിയുന്ന ഒരു കാലമായിട്ടാണ് കാണുന്നത്. നാട്ടിലേക്ക് തിരിച്ചു വരാൻ, ദൂരദേശത്തുള്ളവർക്കൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് നാട്ടിൽ ജോലി ചെയ്യാനും അതിനൊക്കെ അങ്ങോട്ട് നാട്ടിലേക്ക് ഒരു സ്ഥലം മാറ്റം പോലെയൊക്കെ നാട്ടിലേക്ക് വരാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. ജോലി നന്നായിരിക്കാനും അതിലൊരു സ്ഥിരതയുണ്ടാവാനും ഒക്കെ ചാൻസുള്ള ഒരു കാലമാണ്. അധ്യാപകന്മാർ, വക്കീലന്മാർ പോലെയുള്ള ജോലികളിലുള്ളവർക്ക് അനുകൂല സമയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ശത്രുബാധ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാക്ക് ദോഷങ്ങൾ, ആശുപത്രിവാസം, പിന്നെ അതിനൊക്കെ ചാൻസ് ഉള്ളതായിട്ട് കാണുന്നു. എങ്കിലും സഹപ്രവർത്തകരുടെ സഹകരണങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് മോശമല്ലാത്തൊരു കാലമാണ്. നന്നായിട്ട് പരീക്ഷയിലൊക്കെ വിജയം കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു കാലമായിട്ടാണ് പറയുന്നത്. ആത്മീയ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാൻ പൂയം നക്ഷത്രക്കാർക്ക് കഴിയും. സാമ്പത്തികം മോശമാകില്ല. ആയില്യം നക്ഷത്രക്കാർക്ക് ഒരു ഭാഗ്യകാലമായിട്ടാണ് ധനുമാസം കാണുന്നത്. മാതാപിതാക്കളെയും വീട്ടിലെ ഓരോ അംഗങ്ങളെയും നന്നായി സുഖം കൊടുത്ത് പിന്തുണ കൊടുത്ത് ഇരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കാണുന്നത്. ഒരു പുതിയ വീട് വയ്ക്കാനോ മംഗളകർമ്മങ്ങൾ നടത്താനോ ഒക്കെയുള്ള ഒരു കാലഘട്ടമായിട്ടാണ് കാണിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനും നല്ലൊരു ഫലം കിട്ടാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കലാകായിക രംഗത്തുള്ളവർക്കും മികച്ച ഫലം തന്നെയാണ് പറയുന്നത്. ഏറ്റെടുത്ത ദൗത്യങ്ങൾ ചെയ്ത് തീർക്കാനും കഴിയും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുണ്യപ്രവൃത്തികൾ ചെയ്യാനും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാവാനും ഒക്കെ ചാൻസ് ഉള്ളൊരു കാലഘട്ടമാണ്. ചെയ്ത അപേക്ഷകൾക്കൊക്കെ അംഗീകാരം ലഭിക്കാനും ചാൻസ് ഉണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ച കാണിക്കുന്നുണ്ട്. മനസ്സിനെ വെറുതെ ഒരു ആധി അലട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് ചാൻസ് കാണുന്നുണ്ട്. പൂരം നക്ഷത്രക്കാർക്ക് നല്ല കാലഘട്ടമായിട്ടാണ് കാണിക്കുന്നത്. സാമ്പത്തികം മെച്ചപ്പെടും. ഔദ്യോഗിക കാര്യങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരാം. കുടുംബസുഖം ലഭിക്കും. കടബാധ്യതകൾ തീർന്നു കിട്ടും. പ്രയത്നത്തിനനുസരിച്ച് ഫലം ലഭിക്കുന്ന ഒരു നല്ല കാലഘട്ടമായിട്ടാണ് ധനുമാസം പൂരം നക്ഷത്രക്കാർക്ക് കാണുന്നത്. ഉത്രം നാളുകാർക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും പരീക്ഷകളിൽ ജയിക്കാനും സംഭാഷണങ്ങളിൽ മേൽക്കോയ്മ കാണിക്കാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും പുണ്യസ്ഥല ദർശനത്തിനും ഒക്കെ ചാൻസ് ഉള്ള നല്ലൊരു കാലഘട്ടമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അത്തം നാളുകാർക്ക് നല്ല സമയം തന്നെയാണ്. പുതിയ തൊഴിൽ ഒക്കെ ദൂരദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോസിറ്റീവായിട്ടൊരു അവസരം ലഭിക്കുന്നത്, ബന്ധുമിത്രാദികളെ സഹായിക്കാനുള്ള, സാമ്പത്തികമായി സഹായിക്കാനുള്ള ഒരു ചാൻസ് വരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കാണുന്നത്. പിതൃസ്ഥാനത്തുമായിട്ടിരിക്കുന്നവർക്കുമായിട്ട് ഒരു ചെറിയ പ്രശ്നം കാണുന്നുണ്ടെങ്കിലും അത് രൂക്ഷമാകാൻ സാധ്യതയില്ല. വിരസത അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. എങ്കിലും
വ്യായാമം, ഭക്ഷണം അത് നിയന്ത്രിക്കുന്നതിനാൽ മറികടക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. ചിത്ര നക്ഷത്രക്കാർക്ക് നല്ല കാലഘട്ടമാണ്. പിതൃസ്വത്ത് അനുഭവയോഗ്യമാവാൻ സാധ്യതയുണ്ട്. സ്വന്തക്കാരിൽ നിന്ന് ചെറിയ എതിർപ്പുകളൊക്കെ ഉണ്ടാവുമെങ്കിലും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും ആശ്വാസവും സന്തോഷവും ലഭിക്കുന്ന വാർത്തകൾ കേൾക്കാനും അംഗീകാരം ഉണ്ടാവാനും ഒക്കെയുള്ള യോഗമുണ്ട്. മുതിർന്നവരുടെ അനുഗ്രഹത്തിനും സാമ്പത്തിക നില മെച്ചപ്പെടുവാനും ഒക്കെ യോഗം കാണുന്നു. ചോതി നക്ഷത്രക്കാർക്ക് അത്ര നല്ല കാലഘട്ടമായിട്ട് ധനുമാസം കാണുന്നില്ല. ജീവിത പങ്കാളിയിൽ നിന്ന് അല്പം വിട്ടു നിന്നേക്കാം. ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ധനനഷ്ടത്തിന് ചാൻസ് ഉണ്ട്. കലഹത്തിന് ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാം പകുതി ആകുമ്പോഴേക്ക് കാര്യങ്ങൾ കുറേയേറെ മെച്ചപ്പെട്ടു വരുന്നതായിട്ട് കാണാൻ പറ്റും. വിശാഖം നക്ഷത്രം ഉത്തരവാദിത്തം തൊഴിലിൽ വർദ്ധിക്കുമെങ്കിലും ഒരു നല്ല കാലഘട്ടമായിട്ട് തന്നെയാണ് വിശാഖം നക്ഷത്രക്കാർക്ക് പറയുന്നത്. മനസ്സ് വിഷമിപ്പിക്കുന്ന ചിന്തകളൊക്കെ സ്വയം ഉണ്ടാക്കുന്ന ചിന്തകളാണ്. ചിന്തകളിലൂടെ മനസ്സ് വിഷമിപ്പിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പൂർവിക സ്വത്ത് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമാണ് വിശാഖ നക്ഷത്രക്കാർക്ക്. രോഗമൊക്കെ ഉള്ളവർക്ക് അത് അധികരിക്കാനാണ് ആശുപത്രിവാസത്തിന് ഒക്കെ സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളുമായി അത്ര നല്ല ടേംസിൽ ആയിരിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. യന്ത്രം, പിന്നെ രേഖകൾ, ബിസിനസ് അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് നല്ല കാലമാണ്. അനിഴം നക്ഷത്രം അവർക്കും ഗുണദോഷ സമ്മിശ്രത്തിൽ ദോഷം അധികരിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ലാഭം, ഊഹക്കച്ചവടത്തിലും ഒക്കെ ലാഭമുണ്ടാവുമെങ്കിലും ബിസിനസ് ഒക്കെ നിർത്തിവെക്കേണ്ട ഒരു അവസരം കാലം വരും. സന്താനങ്ങളുടെ പേരിൽ അഭിമാനിക്കാൻ യോഗമുണ്ട്. പുതിയ വീട് ഒക്കെ വയ്ക്കാനുള്ള, പൂർവിക സ്വത്ത് കിട്ടാനൊക്കെയുള്ള യോഗം അനിഴം നക്ഷത്രക്കാർക്ക് കാണുന്നു. തൃക്കേട്ടക്കാർക്ക് ഒരു ഗുണാധിക്യമുള്ള കാലഘട്ടമായിട്ടാണ് കാണിക്കുന്നത്. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ഏറ്റെടുത്ത ജോലികൾ ലക്ഷ്യപ്രാപ്തി കിട്ടും. ആർഭാടങ്ങൾക്ക് നിയന്ത്രണം ചെയ്ത് നന്നായി ജീവിക്കാൻ കഴിയും. മാതാവിൻ്റെ സ്നേഹത്തിന് മാതൃഭാവത്തിൽ കുറച്ചൊരു മോശമായിട്ട് കാണുന്നുണ്ട്. മാതാവിൻ്റെ സ്നേഹം, മാതൃകുടുംബത്തിലുള്ളവരുടെ ശത്രുത, വിഷം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാതൃകുടുംബമായിട്ട് അല്ലെങ്കിൽ മാതാവുമായി ബന്ധപ്പെട്ട് കുറച്ച് മോശകാലം കാണുന്നുണ്ട്. അല്ലാത്ത പക്ഷം ബാക്കിയെല്ലാം സന്തോഷകരമായ ഒരു നിയമന ഉത്തരവ്, സന്തോഷകരമായ കുടുംബജീവിതം ഒക്കെയാണ് കാണുന്നത്. മൂലം നക്ഷത്രക്കാർക്ക് ദോഷാധിക്യമാണ് ധനുവിൽ കാണുന്നത്. സൗഹൃദങ്ങളിൽ ഉലച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. പിതൃസ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. ചുമതലകൾ ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയും. പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കഴിയും. ശത്രുക്കൾ മിത്രങ്ങളാകും. അവസരങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ ചില അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അന്യരുടെ പണം ഉപയോഗിച്ച് ലാഭമുണ്ടാക്കാൻ കഴിയും. എങ്കിലും അങ്ങനെയുള്ള ബിസിനസ്സുകളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പൂരാടം നക്ഷത്രക്കാർക്ക് വിജയം ആണ് കാണിക്കുന്നത്. ആത്മാർത്ഥമായ പരിശ്രമം
വേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് ധനുമാസം. കൃഷിയിടത്തിൽ നിന്ന്, പൂർവിക സ്വത്തിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന് എല്ലാം അനുകൂലമായ ഒരു തീരുമാനത്തിന് സാധ്യതയുണ്ട്. നല്ല അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. ഉത്രാടം ഗുണാധിക്യമാണ് കാണിക്കുന്നത്. സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനും കടബാധ്യതകൾ ഒഴിവാക്കാനും സാധ്യതയുണ്ട്. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കുമൊക്കെ നല്ല കാലഘട്ടമാണ്. രോഗികൾക്ക് നല്ല ചികിത്സ ലഭിക്കും. ക്ഷമ ആർജിക്കും. പക്ഷേ മനസമാധാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സുഖഭോഗങ്ങൾക്കും സാധ്യതയുണ്ട്. തിരുവോണം നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായം കുറയാനാണ് സാധ്യത. പരസ്യരംഗത്ത് നേട്ടമുണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അവസരോചിതമായി ഇടപെടുന്നതിനാൽ സുപ്രധാനമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയും. മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. അവിട്ടം നക്ഷത്രത്തിന് ദോഷാധിക്യമായിട്ടാണ് കാണിക്കുന്നത്. സന്താനങ്ങൾക്ക് രോഗത്തിന് സാധ്യതയുണ്ട്. ഊഹക്കച്ചവടങ്ങളിൽ നഷ്ടത്തിനാണ് സാധ്യത കാണുന്നത്. എല്ലാ രംഗങ്ങളിലും ഒരു കാലതാമസം നേരിടുന്നതായി അനുഭവപ്പെടും. അപമാനത്തിന് സാധ്യതയുണ്ട്. രോഗങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാലഘട്ടമാണ്. അന്യദേശത്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കാണിക്കുന്നത്. ചതയം നാളുകാർക്ക് ശാരീരികമായി കുറച്ച് ദോഷകാലഘട്ടമായിട്ടാണ് കാണിക്കുന്നത്. ക്ഷീണം, വേദന, നീര് പോലെയുള്ള ശാരീരികമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് മന്ദഗതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഭക്ഷ്യവിഷബാധയ്ക്ക് സാധ്യതയുണ്ട്. ആശുപത്രിവാസത്തിന് സാധ്യതയുണ്ട്. എല്ലാത്തിനെയും അതിജീവിച്ച് കാര്യവിജയം നേടാൻ പ്രയത്നിക്കേണ്ട ഒരു പ്രത്യേക കാലഘട്ടം തന്നെയാണ്. പൂരുരുട്ടാതി ഗുണാധിക്യമാണ് കാണുന്നത്. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്തും ശുഭസൂചനകളാണ് ലഭിക്കുന്നത്. അയൽക്കാരുമായി വാക്കുതർക്കത്തിനും അപമാനിക്കപ്പെടാനും സാധ്യത കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ തരണം ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കാൻ സാധ്യത കുറവാണ്. വ്യവസ്ഥകൾ പാലിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു പോകേണ്ട സമയമാണ്. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണാധിക്യം തന്നെയാണ് കാണിക്കുന്നത്. പുതിയ മേഖലകളിലേക്ക് പോകാനും അവിടെ ഒരു പുരോഗതിക്ക് ചാൻസ് ഉണ്ട്. ആഗ്രഹ സാഫല്യത്തിന് ചാൻസ് കാണുന്നു. ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. നല്ല സേവനത്തിന് അംഗീകാരം ലഭിക്കാനുള്ള യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും നല്ല സമയമായിട്ടാണ് കാണുന്നത്. വീട്, ബിസിനസ് എന്നീ പ്രവർത്തന മേഖലയിൽ ഒരു പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. പുരോഗതി തന്നെയാണ് കാണുന്നത്. രേവതി നക്ഷത്രക്കാർക്ക് തൊഴിൽ ലാഭം, ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലയിലുള്ളവർക്ക് നല്ല സമയം,
വാഹനം, ഭൂമി എന്നിവ ലഭിക്കാനുള്ള യോഗം, വാക്കും പ്രവൃത്തിയും ഗുണത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം, ദാമ്പത്യ ജീവിതം നന്നായിരിക്കുന്ന ഒരു സമയം ഒക്കെയാണ് കാണിക്കുന്നത്. നമസ്തേ.